ഇപ്പൊ ഇവിടെ വരണുണ്ടായില്ലേ? നീ ഇവിടെ നിന്നാ 2 അടിയിൽ തീരും. പഠിക്കണം, പറഞ്ഞ മനസ്സിലായ? പഠിക്കാൻ വിട്ടാ പഠിക്കണം. അതിനാണ് നിന്നെ സ്കൂളിൽ വിടുന്നത്. അവൻ മാർഗം വാങ്ങിച്ചോണ്ട് വന്നേക്കണ്. അവന്റെ മാർക്ക് ചേച്ചി എത്ര മാർക്ക്? അവന്റെ മാർക്ക് പറയണേക്കാളും നല്ലത് എന്റെ ഫോൺ നമ്പർ പറയണതാണ്. 9, 7, 4, 5. ബാക്കിയോട് പറയച്ചേ. 3 വിഷയത്തിന് ഫാൻസി നമ്പർ അല്ലേ? ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ സാഗറെ? നീ ഇവിടെ വീട്ടിലിരുന്ന് മര്യാദക്ക് പഠിക്കണല്ലേടാ? നിനക്ക് പിന്നെ എക്സാം ഹാളിൽ ചെല്ലുമ്പോ പ്രശ്നം എന്തോന്ന്? എക്സാം ഹാളിൽ ചെല്ലുമ്പോ ടെൻഷനാണ്. പരീക്ഷ എഴുതാൻ വേണ്ടി തുണ്ട് ഞാൻ ഒളിപ്പിച്ചു വെച്ചേക്കല്ലേ, സാറ് പിടിക്കുമോന്നുള്ള ടെൻഷനാണ്. അതുകൊണ്ട് തുണ്ട് വെച്ചാണ് പരീക്ഷ എഴുതുന്നത്? തുണ്ട് വെച്ചാണ് പരീക്ഷ എഴുതുന്നത്? മര്യാദക്ക് പഠിച്ച് പരീക്ഷ എഴുതിക്കൊള്ളണം. പറഞ്ഞ മനസ്സിലായ? ഒരെണ്ണം ഉണ്ടാക്കിയിട്ടേക്കണ് ഒന്നിനെ. എന്തൊരു കഷ്ടം നോക്കി. എന്റെ സ്വപ്നം മുഴുവൻ തകർത്തിച്ചു. മകൻ സംസാരിക്കില്ലേ? എന്റെ സ്വപ്നം അമ്മയാണ് തകർത്തത്. വെളുപ്പങ്ങനത്തെ നല്ല സ്വപ്നം കണ്ട് കിടന്നു കൊടുക്കുമ്പോ അമ്മ ഉറക്കത്തിൽ വിളിച്ചെടുപ്പിച്ചിട്ട് അമ്മല്ലേ അമ്മ എന്റെ സ്വപ്നം നശിപ്പിച്ചത്. നീ എന്റെ കാര്യം വിടറാ. നീ നിന്റെ അച്ഛനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാ? അങ്ങനെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ പഠിപ്പിക്കണേന്ന്. അച്ഛന്റെ കാര്യം ആലോചിച്ചു. അച്ഛൻ എവിടെ പോയി? നിന്റെ മാർക്ക് കേട്ടപ്പോ എങ്ങോട്ടാ ഇറങ്ങിപ്പോയി. തിരിച്ചു വരുമ്പോ സാഗറെ എങ്ങനെ കിട്ടും, എവിടെ നിന്ന് കിട്ടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. കിട്ടണതൊക്കെ നീ വാങ്ങിച്ചോളണം. അച്ഛനോട് തല്ലെന്ന് എനിക്കൊന്നും പറയാൻ. Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. അച്ഛൻ പോയി. അച്ഛാ എന്നെ തല്ലച്ച, എന്നെ തല്ലല്ലേ അച്ഛാ, തല്ലല്ലേ പ്ലീസ് അച്ഛാ, തല്ലല്ലേ അച്ഛാ പ്ലീസ്. അടിക്കൂല, നിന്റെ ദേഹത്തെ ഞാൻ കൈവയ്ക്കൂല. അതെന്താ കൊട്ടേഷൻ? അതാകുമ്പോ കയ്യോ കാലോ പറ്റി. അപ്പൊ ഞാൻ പരീക്ഷ എഴുതണ്ടേ? എന്തെന്നാ പഠിക്കണത്? പാച്ചാൻ മോണി പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിൽ ചെന്നപ്പോ സാർ പറഞ്ഞറിയാമോ? 0 മാർക്ക്. 3 ഉപ്പിട്ട നാരങ്ങളും ഞാൻ കുടിച്ച് അറിയാമോ? സാർ മുമ്പ് ഇരുന്നോണ്ട്. പിന്നെ പഠിത്തം മലയാളം കണക്കെഴുതി വെച്ചിരിക്കുന്നു. കണക്കിന് കണക്ക. അവന്റെ പഠിത്തം ഇങ്ങോട്ട് നോക്ക്. കാര്യം ഇതാണ് എന്റെ മകൻ. അപ്പൊ ഞാനച്ചാ നീ വാഴ, പഠിക്കാത്തവൻ വാഴ. ഇതാണ് എന്റെ മകൻ. എനിക്ക് ഈ വാഴ പഴം തരും. ഈ പഴം എന്ത് തരും? എന്ത് തരും? ഒരു വാഴത്തൈ പോലും തരൂലേ. പഠിക്കാൻ നടക്കണമേ, പഠിക്കാൻ. എന്നാലും നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് ചേട്ടാ. നമുക്ക് അവൻ പഠിക്കും ചേട്ടാ. എവിടെ പഠിക്കുമെന്നാണ് പറയണത്? പഠിക്കോടാ നീ. പഠിക്കോടാ നീ. ഒരു വാഴ എന്തൊക്കെ തരുന്നടാ? വാഴ നല്ല ആർട്ടിസ്റ്റ് തരും. വാഴ സിനിമയല്ലേ ചോദിച്ചത്? ഒരു വാഴ എന്ത് തരുന്നാണ് ചോദിച്ചത്? നിനക്ക് അതുപോലെ ഓർത്തത്. നിന്നെ ഓടിച്ചോണ്ടല്ലോ. അടിക്കാൻ കൈ വാങ്ങിയിരിക്കണ്. ഇവളാണ് കല കൊടുക്കുന്ന പാലില് ഹോർലിക്സും ബൂസ്റ്റും. ഞാൻ ചിക്കൻ മാറ്റി കൊടുക്കും കടിച്ച് വലിക്കാൻ വേണ്ടി. അത് വലിച്ചോണ്ട് ഓങ്ങിയാണ്ട് അടിക്കേ. അച്ഛൻ സോറി പറയാൻ വേണ്ടി വന്ന അച്ഛൻ. സോറി പറയാൻ വന്ന, അടിക്കാൻ വന്നല്ല. ഞാൻ ചത്ത ഇവനാണ് ഉത്തരവാദി. എനിക്ക് ഇവനെ കൊണ്ട് ഒരു ഗുണമില്ല. വല്ല വർക്ക്ഷോപ്പിൽ പോടാം, വല്ല വർക്ക്ഷോപ്പിൽ പോ. എന്തിനാ അവരുടെ ജോലി കൂടെ കളയാനാ? എന്നോട് സംസാരിക്കരുത്. ഞാൻ ഈ വാഴ ഇവിടുന്ന് ഈ വാഴ വേണ്ട. എന്റെ പേര് വാഴ. ഈ വാഴ തൊട്ട് അടിച്ച് നിന്നോണ്ട് ഞാൻ മരിക്കോ? അന്ന് വാഴ ഞാൻ പറിച്ചോ. സംസാരിക്കരുത്. എന്റെ പേര് വാഴ കിട്ട്. ഒരുത്തിനും വേണ്ട, ഒരുത്തിനും വേണ്ട. ഇതാരുടെ നൃത്തം കളിച്ചോണെന്നത്? അല്ലല്ല, ഞാൻ വിദ്യാധരൻ മാഷ്, നിങ്ങളുടെ പുതിയ അയൽവാസി വിദ്യാധരൻ മാഷ്. ഇവിടെ എന്ത് കാര്യം ചോദിച്ചത്? ഓ, രാവിലെ തൊട്ട് എന്തോ ഒരു ബഹളം, ഇവിടെ എന്തോ ഒരു ബഹളം. മനുഷ്യന്റെ തലവേദന എടുക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്ക് ജീവിക്കട്ടെ. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഒരു പ്രോഗ്രസ് കാർഡിന്റെ പ്രശ്നം. ഒരു പ്രോഗ്രസ് കാർഡാണ് ഇത്രയും വലിയ പ്രശ്നം? ആരുടെ പ്രോഗ്രസ് കാർഡ്? എന്നിട്ട് നിങ്ങളുടെ മകൻ എവിടെ? ഇത് നിങ്ങളുടെ മോനാ? ഞാൻ വിചാരിച്ചു കൊറിയർ കൊണ്ടുവന്ന മാമനെന്ന്. അമ്മ പറയുന്നത് കേട്ടമ്മ, പറയുന്നത് കേട്ടമ്മ. അത് വേറൊന്നുമല്ല. അവനെ തോറ്റാണ് പഠിച്ചത്. ഇപ്പൊ 10ാം ക്ലാസ്സിലായതേ ഉള്ളൂ. അയ്യോ, ഒന്ന് ജയിക്കണം, അത്രേ ഉള്ളൂ. ജയിക്കണം. അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കൊച്ചു കുട്ടികളല്ലേ, അവര് കളിക്കേണ്ട പ്രായമല്ലേ. അതിനിങ്ങനെ
നിങ്ങളൊരു കാര്യം ഒരു കുട്ടിയെ എപ്പോഴും പഠിച്ചില്ല എന്ന് പറഞ്ഞ് പ്രോഗ്രസ് കാട്ടി അല്പം മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് ഉടനെ കമ്പ് എടുത്തോണ്ട് പിറകെ ഓടുകയല്ല വേണ്ടത്. അവന്റെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. എന്ത് മാനസികാവസ്ഥ? അവൻ അടിച്ച് അവനെ പഠിപ്പിക്കണം. അടിച്ചു പഠിപ്പിക്കണം, അടിച്ച്. അടിയല്ല ഒന്നിനും ഒരു പരിഹാരം കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഈ അച്ഛനെന്നെ അടിക്കും, അച്ഛനടിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, ആ കടന്ന് പറമ്പില്ലേ, അവിടെ ഞാൻ കളിക്കാൻ പോയ അച്ഛൻ അപ്പ അടിക്കും. അച്ഛൻ ആ പറമ്പിൽ ഈ കുട്ടി കളിക്കാൻ പോകുമ്പോൾ ഈ മനുഷ്യൻ അടിക്കുന്നു. നിങ്ങളൊരു പിതാവാണ്, നിങ്ങളൊരു കൊച്ചുകുട്ടിയുടെ പിതാവാണോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കുട്ടികൾ എപ്പോഴും പുസ്തകം എടുത്തോണ്ട് വീട്ടിനകത്തിരുന്ന് കുണുകുണുകുണാ പഠിച്ചാൽ മാത്രം പോരാ. അവർ പുറത്തിറങ്ങി കളിക്കണം, അവരുടെ സർഗവാസനകൾ ഉണരണം. അപ്പൊ എങ്കിലേ അവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വർക്കാവും. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ആ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയതിന് നിങ്ങൾ എന്തിനീ കുട്ടിയെ അടിച്ചോ? എന്തിനടിച്ചെന്നാ? അവിടെ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നപ്പോ ഇവന്റെ ഗോൾ പോസ്റ്റിൽ ചാരി ഇരുന്ന് മൊബൈലിൽ ഗെയിം കളിച്ചത്. അത് മാത്രല്ല, ഈ അച്ഛനല്ലേ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കൂല. ഞങ്ങളുടെ വീട്ടിലൊരു കിണറുണ്ട്, പായൽ പിടിച്ച കിണർ. ആ കിണറൊന്ന് ക്ലീൻ ചെയ്തേന് അച്ഛനെ തല്ലി. അയ്യോ, ഈ വീട്ടിൽ പായൽ പിടിച്ചിരുന്ന കിണർ ഈ കുട്ടി വൃത്തിയാക്കിയപ്പോൾ നിങ്ങൾ തല്ലി. നിങ്ങൾ മനസ്സിലാക്കണം, അവന്റെ പരിസ്ഥിതി ബോധമാണത്. ഒരു വീട്ടിലെ കിണർ വൃത്തിയായാൽ ആ വീട്ടിലെ കുടിവെള്ളം നന്നാവും, ആരോഗ്യം നന്നാവും. ഈ കിണർ വൃത്തിയാക്കിയതിന് നിങ്ങൾ എന്തിനു തല്ലി? ഒരു ബക്കറ്റ് പെയിന്റ് ആണ് കിണറിൽ ഒഴിച്ചത്. എന്തിനാടാ പെയിന്റ് കളക്കി ഒഴിച്ചത്? കേട്ടിട്ടില്ലേ, പയലേ വിട പൂപ്പലേ വിട എന്നേക്കും വിടാം. അപ്പൊ എങ്ങനെ പോവല്ലേ? പരിസ്ഥിതി ബോധം പോവല്ലേ? എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പോവല്ലേ? അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. 10,000 വിദ്യാർത്ഥികൾക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത ഒരു മാതൃക അധ്യാപകനാണ് ഈ വിദ്യാധരൻ മാഷ്. ഈ വിദ്യാധരൻ മാഷ് അങ്ങനെയൊന്നും പിന്മാറാൻ തീരുമാനിച്ചിട്ടില്ല. ഇവനെ ഞാൻ നന്നാക്കി എടുത്തിരിക്കും. നിങ്ങൾ നോക്കിക്കോ, അവന്റെ മനസ്സിൽ അവന്റെ മാനസികാവസ്ഥ എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വാ. എന്താണ് അങ്കിളെ? മോനെ, നിന്റെ പ്രശ്നം എന്താണ്? ഞാൻ എല്ലാ പരീക്ഷക്കും തോക്കണങ്ങള്. എടാ, തോൽവിയിലൂടെയാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. അല്ല, പാഠങ്ങൾ പഠിക്കാതെ വരുമ്പോൾ തോൽവിയാണത്. അങ്കിള്, ഞാൻ പറഞ്ഞു വന്ന അതല്ല. മോന് പഠിക്കുന്നതിൽ ഏത് വിഷയമാണ് പാട്? അതായത് നമ്മൾ നിങ്ങളെ വര വരച്ചിട്ടില്ലേ, കുറച്ച് ചിഹ്നങ്ങളൊക്കെ തൂക്കിയിടൂല്ലേ, സീരിയൽ ബൾബൊക്കെ പോലത്തെ ചിഹ്നങ്ങൾ തൂക്കിയിടുന്നത്. അത് ഭയങ്കര പാടാണ്, എനിക്ക് ടഫാണത്. അല്ല, ഈ വര വരച്ചിട്ട് സീരിയൽ ബൾബ് തൂക്കിയിടുന്നത് ഹിന്ദി എന്ന് പറയും. അത് ഹിന്ദി ഭയങ്കര ടഫാണ്. അത് പറഞ്ഞുകൂടാണോ നിനക്ക്? അവന് ഹിന്ദി പറഞ്ഞിട്ട് തൂക്കിയിട്ടിക്കണം. എന്റെ അകത്ത് ഒരു വര വരച്ചിട്ട് തൂക്കിയിട്ടിക്കണം. നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോ കമ്പ് എടുത്തോണ്ട് കിടന്ന് കാണിക്കല്ലേ. ഞാൻ ചോദിച്ച മനസ്സിലാക്കട്ടെ, അവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കട്ടെ. മോനെ, ഹിന്ദി എവിടെ നിക്കട്ടെ, നോട്ടെ എവിടെ കിടന്നോട്ടെ, ഞാൻ ഒന്നും ചെയ്യില്ല. സംഭവം നമ്മൾ 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകണമെങ്കിൽ നമ്മൾ കണക്ക് പഠിക്കണം. കണക്ക് പഠിച്ചെങ്കിൽ മാത്രമേ 10ാം ക്ലാസ് പരീക്ഷ നമുക്ക് പാസ്സാവാൻ പറ്റൂ. മനസ്സിലാകണം. അപ്പോ എക്സിന്റെ വില എത്രയാണ്? 399 രൂപ. 399 രൂപ. മൊബൈൽ ചാർജ് ചെയ്യാൻ. മൊബൈൽ എന്തിനു ചാർജ് ചെയ്യണ? നല്ല മറ്റേ കാണാൻ പറ്റുള്ളൂ. എടാ സാമദ്രോഹി, എടാ ഞാൻ അതല്ല ചോദിച്ചത്. എക്സിന്റെ വില എത്ര? എക്സ്. ഓ, അങ്ങനെ പറയണ്ടേ. 1399. 1399. അത് എന്റെ എക്സ് ലവറിന് മേടിച്ച സാധനത്തിന്റെ പൈസയാണ്. അതാണ് ഞാൻ പറഞ്ഞത്.